+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയായിരിക്കും എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടും എന്നൊക്കെ അറിയാത്ത സ്റ്റുഡൻസിന്, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ ആദിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ആക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സെമസ്റ്റർ വൈസ് ആയിരിക്കും എക്സാം വരിക. അതായത് 1 ഇയറിൽ നിങ്ങൾ 2 എക്സാം ആയിരിക്കും എഴുതുക. 6 മന്ത് കൂടുമ്പോഴാണ് ഒരു എക്സാം വരിക. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ് അസൈൻമെൻറ്റും. നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അസൈൻമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അസൈൻമെൻറ്റും നമുക്ക് 1 ഇയറിൽ 2 അസൈൻമെൻറ്റ് തന്നെയാണ് നമുക്ക് വരിക. അത് യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അസൈൻമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനെ അത് ബാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും അറിയാം മലയാളത്തിലായിരിക്കും എക്സാം വരിക എന്ന്. ഓക്കെ, നമുക്ക് മലയാളത്തിലാണ് എക്സാം വരുന്നെങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ സിലബസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ഇംഗ്ലീഷിലാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസും എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ആയിരിക്കും നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കും എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ഇംഗ്ലീഷിലാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലായതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നമുക്ക് ഈ മലയാളത്തിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് അതിൻ്റെ കീവേഡ്സ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കൂടാതെ നിങ്ങൾ ഇംഗ്ലീഷിന് മാക്സിമം ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ലാംഗ്വേജും ഇമ്പ്രൂവ് ആവുന്നതാണ്. ഇനി ഒട്ടും പറ്റുന്നില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എക്സാം എഴുതാവുന്നതാണ് കേട്ടോ. PSC ഫോക്കസ്ഡ് ആവുന്ന സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷന് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ സിലബസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇംഗ്ലീഷിലാണെന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അഡ്മിഷൻ എടുത്ത് തുടങ്ങിയത് മുതൽ, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമ്മൾ ഇവിടുന്ന് ഈ സർവീസും അസൈൻമെൻറ്റ് കണ്ടന്റും വെണ്ടർ സപ്പോർട്ടും എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇനി +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.